മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ബി.ജെ.പി. സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് കലാപമുണ്ടാക്കാൻ വിഷലിപ്തമായ നുണകൾ പറഞ്ഞു. ഭരണഘടനാ സംരക്ഷണ റാലി എന്ന പേരിൽ CPI സംഘടിപ്പിച്ച CA വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയത്. വിവരങ്ങളുമായി സോണൽ ചേരുകയാണ്. സോണൽ, ബി.ജെ.പി. സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? KP, പ്രധാനമായി പറയേണ്ടത് ഈ മലപ്പുറത്തെ CAA വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതിന്മേൽ ഇന്നലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവി, മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രസംഗം മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തും എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി നടത്തിയതാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം, അതായത് ഇത്തരം പരിപാടികളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായ വിശ്വാസികൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ റമദാൻ കാലത്ത് ഈ ഭയവും വെറുപ്പും വളർത്തുക എന്നുള്ള തീവ്രമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ അജണ്ടകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുസ്ലിങ്ങളെ പൗരന്മാരായി കണക്കാക്കുന്നില്ല, മുസ്ലിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല. സോണൽ തുടരുക. ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ, BJP സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയുള്ളൊരു പരാതി നൽകിയിരിക്കുന്നത്. ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് താങ്കൾ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ വിഷലിപ്തമായ ഒരു ഇടപെടലാണ് ആ മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തിനും ഉണ്ടാകുന്നത്. ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കൾ? മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം മലപ്പുറം ജില്ലയിലെ വിശിഷ്യ മലപ്പുറം ഒരു കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമായിരുന്നു ഇന്നലെ നടത്തിയത്. അദ്ദേഹം നടത്തിയ 1 മണിക്കൂർ പ്രസംഗം, ആ 1 മണിക്കൂർ പ്രസംഗത്തിൽ പൂർണ്ണമായും അദ്ദേഹം ഉപയോഗിച്ചത് മുസ്ലിം സമൂഹത്തിന് ഇന്ത്യയിൽ ഇനി അധിവസിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന അർത്ഥത്തിലുള്ള വാചകങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല. രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് അവർക്ക് ഇന്ത്യയിലെ പൗരത്വം പോലും നിലനിർത്താൻ സാധ്യമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഈ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർക്ക് CPM-ഉം മുഖ്യമന്ത്രിയും പറയുന്നത് അവരെ പാകിസ്ഥാനിലേക്ക് അയക്കും. പാകിസ്ഥാനിലേക്ക് അയക്കാൻ വേണ്ടിയാണ് RSS നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഭയപ്പെടുത്തുകയാണ്, വിദ്വേഷം വളർത്തുകയാണ്. വിദ്വേഷം വളർത്തി ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതായത് വ്യക്തിക്ക്, ഒരു മുസ്ലിമിനെ അവരുടെ പൗരാവകാശം പോലും ഇനി ലഭ്യമാകില്ല എന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, അവരെ ഭയവിഹ്വലരാക്കുന്ന ഒരു വിഷം ചീറ്റുന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫണ്ടുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നലത്തെ യോഗത്തിന് ആളെ കൂട്ടിയത് പോപ്പുലർ ഫണ്ടിന്റെ അനുയായികളും SDPI-യുമാണ് ആളെ കൂട്ടിയത്. അവരുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് CPM-ഉം മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ മലപ്പുറം SP-ക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പരാതി നൽകിയതിൽ BJP പരാതി നൽകിയത് സെക്ഷൻ 153A 505 വകുപ്പുകൾ പ്രകാരം മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ്. കേസ് ഇതുവരെയും എടുത്തിട്ടില്ല. കേസ് എടുക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നാണ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്.
അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിന്റെ ഭാഗത്തിനും ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദം തകർത്ത് കലാപം സൃഷ്ടിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അജണ്ട മാറ്റിയിട്ട് കേരളത്തിൽ പൗരത്വം നടപ്പിലാക്കില്ല. കേരളത്തിൽ ആർക്കും ഇനി പൗരത്വം ലഭിക്കില്ല. കേരളത്തിലെ നിരവധിയായ ആളുകൾക്ക് ഇതിനോടകം തന്നെ പൗരത്വത്തിന് അപേക്ഷിച്ച് പൗരത്വം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മൾ CPM-ന്റെ നേതാവല്ല പറയുന്നത്. മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ജനങ്ങളെങ്കിലും അത് വിശ്വസിക്കും. അപ്പൊ പ്രത്യേകിച്ച് ഈ റംസാൻ കാലത്ത് നോമ്പ് മോറ്റ് അവര് അള്ളാഹുവിനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്രസംഗങ്ങൾ അവരിലേക്ക് ഈ വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കുത്തിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തെ ചില മുസ്ലിം അംഗങ്ങൾ എന്ന് പറയുന്നത് മത സാമുദായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ ഖബറിൽ നിന്ന് എണീറ്റ് വന്ന് യുദ്ധം ചെയ്യും. ആ രീതിയിലേക്കാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസംഗമെന്ന് ചില ആളുകൾ ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നത് ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് ഈ ജനങ്ങളിൽ ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ഈ പരിപ്പ് മലപ്പുറത്ത് ജനങ്ങൾ വേവില്ല. പക്ഷെ തീവ്രവാദികളിൽ ഇതിന്റെ സ്വാധീനം ചെലുത്തി തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സമുദായത്തിൽ ഒരു ചെറിയ വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയാണ് CPM-ഉം മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതരവാദികൾ ഇതിനെതിരെ രംഗത്ത് വരും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ഈ പരിപ്പ് വേവില്ല എന്ന് തന്നെയാണ് മലപ്പുറത്തെയും കേരളത്തിലെയും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ തന്നെ പറയുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ KK സുരേന്ദ്രൻ. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വീണ്ടും സോണിൽ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലും പ്രസ്താവനകളും വാക്കുകളുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നതും, അല്ലേ? KP, പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് KK സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ തന്നെ മുൻനിർത്തി നോക്കിയാൽ, അതായത് കോഴിക്കോട് ജില്ലയിലെത്തുമ്പോൾ ഒരു തരത്തിലുള്ള പ്രസംഗം വരുന്നു, അത് മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ ആ പ്രസംഗത്തിന്റെ രീതി മൊത്തത്തിൽ മാറുന്നു. അതായത് നിരോധിത സംഘടനയായിട്ടുള്ള PFI-യെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM നടത്തുന്ന ഒരു നാടകമാണ് ഇത് എന്നുള്ളതാണ് KK സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തീവ്രമായിട്ട് ഈ ഭിന്നിപ്പുണ്ടാക്കുക, അതായത് മുസ്ലിം സമുദായത്തിനിടയിൽ തീവ്രമായിട്ടുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് മുഖ്യമന്ത്രിയിലൂടെ നടത്തുന്നു. കാരണം കേവലം ഒരു CPM നേതാവല്ല പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് KK സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് വിശ്വാസത്തിലെടുക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് തുടരുന്നത്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കണം എന്ന് തന്നെയാണ് BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ഈ KK സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. KP സോണിലാണ് വിവരങ്ങൾ നൽകിയത്.